കാർത്തിക് എന്താ പറഞ്ഞേ? ഒരു പ്രശ്നമുണ്ട്. എന്താ? കാർത്തിക് നമ്മളെ സഹായിക്കില്ലേ? അതല്ല, ഒരു കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാർത്തിക് ഇപ്പോൾ മുംബൈയിലാണ്. അയാൾ വരാൻ കുറച്ച് ദിവസം കൂടി കഴിയും. കാര്യങ്ങളൊക്കെ ഞാൻ കാർത്തികിനോട് വിശദമായിട്ട് പറഞ്ഞു. ആ സിയുടെ കയ്യിൽ ഈ കേസ് നിൽക്കില്ലെന്നാണ് കാർത്തികൻ പറഞ്ഞത്. ആ എന്ന് കരുതി താൻ വിഷമിക്കണ്ട. കാർത്തിക് മറ്റൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കുടനെ സിറ്റി പോലീസ് കമ്മീഷണറെ പോയി കാണണം. കാർത്തിക് ഇപ്പോൾ തന്നെ അദ്ദേഹത്തോട് വിവരം വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭീഷണിപ്പെടുത്തിയതിന് ചെങ്കൽ മധുവിനെതിരെ കേസ് ഫയൽ ചെയ്യണമെന്നാണ് കാർത്തിക് പറഞ്ഞത്. അത് വേണോ സച്ചേട്ടാ? കാര്യങ്ങൾ കൂടുതൽ വഷളാവില്ലേ? എങ്ങനെയെങ്കിലും അയാളോട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നതല്ലേ നല്ലത്? സെറ്റിൽമെൻറ്റ് തന്നെയാണ് കാർത്തിക് ഉദ്ദേശിച്ചത്. പക്ഷേ നിയമത്തിൻ്റെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അയാളുമായൊരു സെറ്റിൽമെൻറ്റ് സംസാരിക്കണമെങ്കിലും പറ്റൂ. കാപ്പ ലിസ്റ്റിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ആളാ ഈ ചെങ്കൽ മധു എന്നാണ് കാർത്തിക് പറഞ്ഞത്. അയാളുടെ പേരിൽ ഇനിയൊരു കേസ് കൂടി വന്നാൽ ചിലപ്പോൾ അയാൾ കാപ്പ ലിസ്റ്റിൽ പെടും. പോലീസിനകത്ത് വരെ അയാൾക്ക് ശത്രുക്കളുണ്ട്. ഈ അവസരം ഉപയോഗിച്ച് അവരവനെ ജയിലിലാക്കിക്കോളും. സച്ചേട്ടൻ എന്തേ പറയുന്നേ? അയാളെ പോലെ ക്രിമിനലായൊരു ഗുണ്ടയ്ക്ക് പോലീസും കോടതി എന്ന് പറഞ്ഞാൽ പേടിയാവുമോ? ഒരു കാപ്പ ലിസ്റ്റ് കാണിച്ച് അയാളെ പേടിപ്പിക്കാൻ പറ്റുമോ? താൻ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല ഈ കാപ്പ ലിസ്റ്റ്. കാപ്പ ലിസ്റ്റിൽ കയറുമെന്ന് പറഞ്ഞാൽ ഏതൊരു ക്രിമിനലും ഒന്ന് പേടിക്കും. കാരണം പിന്നീട് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനൊരവസ്ഥ വന്നാൽ അയാള് സെറ്റിൽമെന്റിന് സമ്മതിക്കുന്ന കാർത്തിക് പറഞ്ഞത്. ആലോചിച്ച് നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. പോലീസ് സാധാരണ ഇതുപോലുള്ള ക്രിമിനലുകളെ ഒതുക്കാൻ ഉപയോഗിക്കുന്ന രീതിയായിരിക്കും ഇത്. പക്ഷേ കേട്ടിടത്തോളം ഈ ചെങ്കൽ മധു അങ്ങനെ ഒരു ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുന്ന ആളാന്ന് എനിക്ക് തോന്നുന്നില്ല. ചെങ്കൽ മധു ജീവിച്ചത് പോലും അയാളുടെ സഹോദരിക്ക് വേണ്ടിയാ. ആ പെൺകുട്ടിയാ ഇപ്പൊ അനൂപേണ്ട വണ്ടി അടിച്ച് കൊല്ലപ്പെട്ടത്. അതും എന്നെപ്പോലെ ഗർഭിണിയായ അവസ്ഥയിൽ. ജയിലിൽ കിടക്കുന്നല്ല, തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞാൽ പോലും അയാളെ പേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചേട്ടാ. പക്ഷേ കാർത്തിക് പറഞ്ഞ സ്ട്രാറ്റജിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ സഹായമില്ലാതെ നമുക്ക് മധുവിനോട് സംസാരിക്കാൻ പോലും സാധിക്കില്ല. വേണ്ട സച്ചേട്ടാ, കേസ് കൊടുത്താൽ അയാൾക്ക് നമ്മളോടുള്ള പക കൂടെയുള്ളൂ. എനിക്കിന്ന് അങ്ങനല്ല തോന്നുന്നത്.